ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സോഷ്യോളജിയിലെ ചാപ്റ്റർ 12ന്റെ പാർട്ട് 2 ആണ്. അപ്പം ഈ ഒരു എന്താ ചാപ്റ്ററിൽ എന്താണ് നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൈന്ദവ വിവാഹത്തിന്റെ പരമ്പരാഗത രീതികൾ, അതായത് നമ്മുടെ ട്രഡീഷൻസ് ഓഫ് ഹിന്ദു മാരേജിന്റെ പ്രധാനമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള രീതികളെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളതല്ല, പണ്ട് മുതലേ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഒന്നാമത് വരുന്ന വിവാഹമാണ് ബ്രഹ്മവിവാഹം. ബ്രഹ്മവിവാഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്കിടയിൽ നടക്കുന്ന ഒരു വിവാഹമാണ് ബ്രഹ്മവിവാഹം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച സ്ത്രീയും പുരുഷനും, അതായത് പുരുഷനും സ്ത്രീയും എന്തായിരിക്കണം, വേർജിൻ ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നടക്കുന്ന വിവാഹമാണ് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിന് ശേഷം വധുവിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു, മകളെ എന്താണ് സമ്മാനമായിട്ട് വരന് നൽകുന്നു. ഒപ്പം എന്താണ് കുറച്ച് സ്വർണവും വെള്ളിയൊക്കെ എന്താണ് സ്ത്രീധനമായിട്ട് നൽകുന്ന ഒരു ചടങ്ങ് ഇവർക്കിടയിൽ ഉണ്ട്. ഈ ഒരു ബ്രഹ്മവിവാഹത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ദശരഥനും കൗസല്യയും തമ്മിലുള്ള വിവാഹം. ഓക്കെ, ഇതാണ് ബ്രഹ്മവിവാഹം. രണ്ടാമത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദൈവവിവാഹം. ദൈവവിവാഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി യാഗമോ യജ്ഞമോ നടത്തുന്നതിന് പ്രതിഫലമായിട്ടോ അല്ലെങ്കിൽ ദക്ഷിണയായിട്ടോ പുരോഹിതന് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതിയാണ് ദൈവവിവാഹം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ദൈവവിവാഹം? ഒരു യാഗമോ അല്ലെങ്കിൽ ഒരു യജ്ഞമോ നടത്തുന്നതിന്റെ പ്രതിഫലം എന്ന രീതിക്ക് ആ യാഗം നടത്തുന്ന ആൾ പുരോഹിതന് ദക്ഷിണയായിട്ട് തന്റെ മകളെ നൽകുന്ന രീതിയാണ് ദൈവവിവാഹം എന്ന് പറയുന്നത്. പേര് പറയാൻ കാരണം വേറൊന്നുമില്ല, അഗ്നികുണ്ഡത്തിന് മുമ്പിൽ വെച്ചായിരിക്കും ഈ വിവാഹം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദൈവവിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിവാഹമാണ് ആർഷവിവാഹം. എന്താണ് ആർഷവിവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹർഷിമാർ അല്ലെങ്കിൽ സന്യാസികൾ ഇവരൊക്കെയാണ് ഈ ആർഷവിവാഹം നടത്തുന്നത്. ആർഷ എന്ന് പറഞ്ഞ വാക്കിന്റെ വേർഡ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. അതിന്റെ മീനിങ് ഋഷിവര്യന്മാർ. അപ്പോ പുരോഹിത കുടുംബത്തിൽ ജനിച്ച മഹർഷിമാരോ അല്ലെങ്കിൽ സന്യാസികളോ ആണ് ഈ ആർഷവിവാഹം നടത്തുന്നത്. ഓക്കെ, ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കല്യാണം നടത്താവുന്ന കാര്യം എന്ന് വെച്ചാൽ മഹർഷി അല്ലെങ്കിൽ സന്യാസി ഇപ്പൊ ഒരു വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പെൺകുട്ടിയുടെ പിതാവിന് ഒരു പശു അല്ലെങ്കിൽ ഒരു ആട് അല്ലെങ്കിൽ ഒരു ജോഡി പശുക്കൾ അല്ലെങ്കിൽ ഒരു ജോഡി ആടുകൾ എന്ത് ചെയ്യുന്നു, ഒരു ദാനം എന്ന രീതിയിൽ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് നടത്തുന്ന ഒരു വിവാഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർഷവിവാഹം എന്ന് പറയുന്നത് കേട്ടോ. ഈ പശുക്കളെയൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കല്യാണത്തിന്റെ ചെലവൊക്കെ വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പശുക്കളെയൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന വിവാഹ രീതിയാണ് പ്രജാപതി വിവാഹം. ഈ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മവിവാഹത്തിന്റെ ഒരു പരിഷ്കൃത രൂപമാണ് പ്രജാപതി വിവാഹം എന്ന് പറയുന്നത്. സംഭവം ഒന്നുമില്ല, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവുന്ന സാഹചര്യത്തിൽ നമ്മുടെ പിതാവ് യോഗ്യനായിട്ടുള്ള ഒരു വരനെ കണ്ടുപിടിച്ചു കൊടുക്കും. ഇതിനെയാണ് നമ്മൾ പ്രജാപതി വിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന ഒരു വിവാഹമാണ് അസുര വിവാഹം. അസുര വിവാഹം എന്ന് വെച്ചാൽ തീർത്തും തിന്മ നിറഞ്ഞ ഒരു വിവാഹമാണ് അസുര വിവാഹം എന്ന് പറയുന്നത്. ഇതില് വരൻ എന്ത് ചെയ്യുന്നു, ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന വരൻ വധുവിന്റെ ബന്ധുക്കൾക്ക് പണം നൽകി വധുവിനെ സ്വന്തമാക്കുന്നു. അപ്പോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വരൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പണം കൊടുത്തിട്ട് വധുവിനെ സ്വന്തമാക്കുന്നു. ഇനി പ്രഥമ സ്ഥാനം എന്ന് പറയുമ്പോൾ പണത്തിനാണ്. അല്ലാതെ നോർമൽ ഒരു കല്യാണം കഴിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും മാതാപിതാക്കൾ നോക്കുന്നത്, മകളുടെ സന്തോഷം അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ഈ ഒരു വിവാഹത്തിന് മെയിൻ ആയിട്ടും പണത്തിനായിരിക്കും പ്രാധാന്യം ഉള്ളത്. ഓക്കെ, അടുത്ത് വരുന്ന ഒരു വിവാഹമാണ് ഗാന്ധർവ വിവാഹം. ഗാന്ധർവ വിവാഹം എന്താണെന്ന് ചോദിച്ചാല് പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ നടക്കുന്ന ഒരു വിവാഹത്തെയാണ് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മാതാപിതാക്കളുടെ ആവശ്യമില്ല. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ദുഷ്യന്തനും ശകുന്തളയും തമ്മിൽ നടന്ന വിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ നടക്കുന്ന വിവാഹത്തെയാണ് നമ്മൾ ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഒരു വിവാഹമാണ് രാക്ഷസ വിവാഹം. അപ്പൊ എന്താണ് രാക്ഷസ വിവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരത കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള വിവാഹമാണ് രാക്ഷസ വിവാഹം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ ജയിക്കുന്ന ആൾക്ക് തോൽക്കുന്ന ആളുടെ പെണ്ണ് പൊന്ന് പണം ഒക്കെ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ തോൽക്കുന്ന ആളുടെ സ്ത്രീകളെ എല്ലാം കൊണ്ടുപോയിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് വിവാഹം കഴിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇതിനെയാണ് രാക്ഷസ വിവാഹം എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് ചെറു നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്കിടയിൽ ഈ ഒരു വിവാഹമാണ് നടന്നിരുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഒരു വിവാഹമാണ് പൈശാചിക വിവാഹം. എന്താണ് പൈശാചിക വിവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഹിന്ദു വിവാഹത്തിൽ ഏറ്റവും അനീതി നിറഞ്ഞ ഒരു വിവിധം അല്ലെങ്കിൽ നീതിരഹിതമായിട്ടുള്ള ഒരു വിവാഹമാണ് പൈശാചിക വിവാഹം എന്ന് പറയുന്നത്. പെൺകുട്ടികളെ ചതിയിൽ പെടുത്തി എന്ത് ചെയ്യും, വിവാഹം കഴിപ്പിക്കുന്ന രീതിയാണ് പൈശാചിക വിവാഹം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും വിവാഹ രീതികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്.
ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ വിവാഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്നാണ്. ഇപ്പൊ വാട്ട് ആർ ദ ബ്രീഫ് നോട്ട് അബൌട്ട് ദി ഫങ്ഷൻസ് ഓഫ് മാരേജ്, വിവാഹത്തിന്റെ കടമകളെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. വിവാഹം കഴിക്കുന്നത് ഒന്നാമത് ലൈംഗികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടിയും, രണ്ടാമത് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും ആ സന്താനങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും, മൂന്നാമത് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യുക, ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യുക, തുല്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യുക, രണ്ടുപേരും ജോലിക്ക് പോയി രണ്ടുപേരും അധ്വാനിക്കേണ്ട കാര്യം ആവശ്യമാണ്. ഇതൊരിക്കലും പുരുഷന്റെ കയ്യിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ കയ്യിൽ മാത്രമുള്ള കാര്യമല്ല. പിന്നെ അതേപോലെ തന്നെ വൈകാരികമായിട്ടുള്ള പിന്തുണ. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി എടുക്കണം. ഇപ്പൊ പറയാറുണ്ടല്ലോ, നമ്മൾ ഒരു മനസ്സും രണ്ട് ശരീരം, അങ്ങനെ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ വൈകാരികമായിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ എന്തൊക്കെ നിയമങ്ങളാണ് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് നോക്കിയത്. ഒന്നാമത്തെ നിയമമാണ് പാരലൽ കസിൻ മാരേജ്. എന്താണ് പാരലൽ കസിൻ മാരേജ് എന്ന് ചോദിച്ചാല്, രണ്ട് സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ സഹോദരിയുടെയോ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു രീതിയാണ് പാരലൽ കസിൻ മാരേജ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളാണ്. അതായത് ഒരു ആൺമക്കളും ഉണ്ട്, ഒരു പെൺകുട്ടിയും ഉണ്ട്. അപ്പം ഈ ആൺകുട്ടിയുടെ മകനെ കൊണ്ട് പെൺകുട്ടിയുടെ മകളെ കല്യാണം കഴിപ്പിക്കാനുള്ള അവകാശം ഉണ്ട്. ഇതിനെയാണ് പാരലൽ കസിൻ മാരേജ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് കസിൻ മാരേജ്. എന്താണ് ക്രോസ് കസിൻ മാരേജ് എന്ന് ചോദിച്ചാല്, നമ്മുടെ ഇപ്പൊ ഒരു വീട്ടില് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. അപ്പം ഈ അച്ഛന്റെ സഹോദരിയുടെ മകനെ കൊണ്ട് അമ്മയുടെ സഹോദരിയുടെ മകനെ കല്യാണം കഴിപ്പിക്കുന്ന രീതിയാണ് ക്രോസ് കസിൻ മാരേജ്. അതായത് പിതാവിന്റെ സഹോദരിയുടെയോ അതേപോലെ തന്നെ മാതാവിന്റെ സഹോദരന്റെയോ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന രീതിനെയാണ് ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന വേറൊരു മാരേജ് ആണ് ലിവറേറ്റ് മാരേജ്. എന്താണ് ലിവറേറ്റ് മാരേജ് എന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തില് രണ്ട് സഹോദരങ്ങളുണ്ട്. അതിന്റെ മൂത്ത സഹോദരന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഇളയ സഹോദരൻ എന്ത് ചെയ്യാം, ആ സ്ത്രീയെ വിവാഹം കഴിക്കാം. ഇതിനെയാണ് ലിവറേറ്റ് മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെയാണ് സോറേറ്റ് മാരേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു കുടുംബത്തില് രണ്ട് പെൺകുട്ടികൾ മൂത്ത ആളെ കല്യാണം കഴിച്ചിട്ട് ആ മൂത്ത സഹോദരി മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അയാൾക്ക് ഇളയ സഹോദരിയെ വിവാഹം കഴിക്കാൻ പറ്റും. ഇതിനെയാണ് സോറേറ്റ് മാരേജ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 4 രീതിയിലുള്ള മാരേജസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ളത്. സോ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഗൈഡ് നന്നായിട്ട് വായിക്കാൻ നോക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.